വന്ദേ വാഞ്ചിത് ലാഭായ ചന്ദ്രാർത്ഥകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഇന്ന് നവരാത്രി പൂജയുടെ പ്രഥമ ദിനമാണ്. അതായത് ഒന്നാമത്തെ ദിവസം. നവശക്തിയുടെ പ്രഥമ ശക്തി എന്ന് പറയുന്നത് ശൈലപുത്രിയാണ്. ശൈലപുത്രി എന്ന ആ വാക്കിൽ നിന്ന് തന്നെ അർത്ഥവും വ്യക്തമാണ്. ശൈലത്തിൻ്റെ പുത്രി, ശൈലം പർവ്വതം, പർവ്വതപുത്രിയെയാണ് ഈ ദിവസം നമുക്ക് ആരാധിക്കേണ്ടത്. ഹിമാലയത്തിൻ്റെ പുത്രി അമ്മ ദുർഗ, ഇതുമായിട്ടുള്ള ആ ബന്ധം ദേവാസുര യുദ്ധത്തിൽ ആദ്യ ദിവസം തന്നെ ശൈലപുത്രി ദുർഗയുടെ രൂപം ധരിച്ച് അസുരന്മാരെ കൊന്നൊടുക്കി. ഈ ദേവിയുടെ വലതു കൈയിൽ ശൂലം, ഇടതു കൈയിൽ കമല പുഷ്പം, അതായത് താമര, ഇവ രണ്ടും പ്രശോഭിക്കുന്നു. ഋഷഭസ്ഥിതിയായ അമ്മയെ ധ്യാനിക്കുന്നത് വളരെ മഹത്വകരമാണ്. ഋഷഭം എന്ന വാക്കിന് എല്ലാ ഭക്തർക്കും അർത്ഥമറിയാം. കാള. അമ്മ കാളയുടെ പുറത്താണ് ഇരിക്കുന്നത്. ശൈലപുത്രിയുടെ പൂർവ ജന്മം ദക്ഷപ്രജാപതിയുടെ മകളായിട്ടായിരുന്നു, അതായത് സതീദേവി. അവരുടെ വിവാഹം ഭഗവാൻ ശങ്കരനുമായിട്ട് നടക്കുകയുണ്ടായി. അതേ തുടർന്ന് ഉള്ള സംഭവ വികാസങ്ങളും സതീദേവി പിന്നീട് സ്വയം അഗ്നിയെ സ്വീകരിച്ചതുമായ കഥ ഭക്തർക്ക് അറിവുള്ളതാണല്ലോ. അവരുടെ രണ്ടാം ജന്മമാണ് ഹിമാലയത്തിൻ്റെ മകളായ പാർവതി ദേവി. ഈ ദേവിയെ നമ്മൾ മാത്രമല്ല ആരാധിക്കുന്നത്. യോഗികൾ, ഋഷീവര്യന്മാർ, ശ്രേഷ്ഠരായ സാധകർ അമ്മയെ പ്രഥമ ദിവസം ഉപാസിച്ച് തൻ്റെ മനസ്സിനെ, അതായത് ഋഷിമാർ അവരുടെ മനസ്സിനെ മൂലാധാര ചക്രത്തിൽ നിലനിർത്തുന്നു. അപ്പോൾ ആദ്യ ദിവസം അമ്മയുടെ ആരാധന കൊണ്ട് മൂലാധാര ചക്രത്തിലാണ് നമ്മൾ മനസ്സിനെ നിലനിർത്തേണ്ടത്. ഇവിടെ നിന്നുമാണ് അമ്മയുടെ യോഗ സാധന സമാരംഭിക്കുന്നത്. ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണത നൽകാൻ ഈ സാധന ശ്രേഷ്ഠമാണ്. നമ്മുടെ ഭൗതികമായ ആഗ്രഹം, ആധ്യാത്മികം, നമുക്ക് രണ്ട് ആഗ്രഹങ്ങളാണല്ലോ ഉള്ളത്, ലൗകിക ജീവിതത്തെക്കുറിച്ചും അലൗകിക ജീവിതത്തെക്കുറിച്ചും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആഗ്രഹങ്ങളും ശൈലപുത്രി പൂർണ്ണമാക്കി തരും. വിധിപൂർവമുള്ള സാധന ചെയ്ത് സാധകൻ എല്ലാ മനോച്ഛകളും, എല്ലാ മനസ്സിലെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും. അമ്മയെ എങ്ങനെ നമുക്ക് ധ്യാനിക്കാം, ആ പൂജ
എങ്ങനെ നമുക്ക് നടത്താം എന്നാണ് ഇനി പറയാനുള്ളത്. ഏതൊരു പൂജയ്ക്ക് മുമ്പും നമുക്ക് വേണ്ടത് ആ ദേവിയുടെ ചിത്രം ലഭ്യമല്ല എങ്കിൽ പ്രതിമ, മൺപ്രതിമകൾ യഥേഷ്ടം ഇന്ന് ലഭ്യമാണ്. ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടാകും, പ്രതിമകൾ ക്ഷേത്രത്തിലേ വെക്കാവൂ എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് പൂജാ സമയത്ത് അത് വീട്ടിലും വെക്കാവുന്നതാണ്. അവരുടെ ചിത്രം വെച്ചതിന് ശേഷം അതിന് താഴെ ഒരു പലക, നമ്മൾ ഇരിപ്പ് പലക എന്നൊക്കെ വീട്ടിൽ പറയും, ഇരിപ്പ് പലക വെക്കണം. ആ ഇരിപ്പ് പലകയിൽ ചുവന്ന വസ്ത്രം കൊണ്ട് പൊതിയണം. ഇരിപ്പ് പലകയെ ചുവന്ന വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് ഈ വസ്ത്രത്തിൽ കുങ്കുമം കൊണ്ട് ശം എന്നെഴുതണം. അതായത് കുങ്കുമമെടുത്ത് കൈവിരൽ കൊണ്ട് വേണം എഴുതാൻ, ബ്രഷൊന്നും ഉപയോഗിക്കരുത്. കൈവിരൽ കൊണ്ട് ശം എന്ന് എഴുതുക. അവിടെ കുങ്കുമം ചെറിയ രീതിയിൽ നനയ്ക്കാം. നനയ്ക്കുന്നതുകൊണ്ട് ദോഷമില്ല. ഇതിന് മുകളിൽ, ഈ കുങ്കുമത്തിൽ ശം എന്നെഴുതിയതിന് മുകളിൽ ഒരു ഗുഡിക എന്ന് പറയുമ്പോൾ ഗുളിയുടെ രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ഉണ്ട, നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു വസ്തു. അത് മണ്ണുകൊണ്ട് നിർമ്മിതമാകാം, മറ്റെന്തെങ്കിലും വസ്തു കൊണ്ട് നിർമ്മിതമാകാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള ഒരു പാവയും ആകാം. ഇതൊക്കെ ഈ മണ്ണുകൊണ്ട് നിർമ്മിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കുഞ്ഞു പാവ അവിടെ വയ്ക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് ചുവന്ന പുഷ്പം എടുക്കണം. ഓരോ ശക്തിക്കും ഓരോ തരത്തിലുള്ള പുഷ്പമാണ് അർപ്പിക്കേണ്ടത്. നമ്മൾ ചുവന്ന തുണിയാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലായി ശൈലപുത്രിക്ക് ചുവപ്പിനോടാണ് ഇഷ്ടം. അപ്പോൾ ചുവന്ന പുഷ്പം നമ്മുടെ വീട്ടിൽ തന്നെ യഥേഷ്ടം കിട്ടുന്നതാണ്. ചെമ്പരത്തി, റോസ, അതുപോലുള്ള ചുവന്ന പുഷ്പങ്ങൾ നമുക്കെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം, ദയവായിട്ട് അരളിപ്പൂവ് എടുക്കരുത്. നമുക്കെല്ലാവർക്കും അറിയാം, അരളി വിഷമാണ്. വിഷവസ്തുക്കൾ ദൈവത്തിനും സമർപ്പിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ കൈകൊണ്ട് തൊടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അരളി, ചുവന്ന അരളി എന്ന് പറയുമ്പോൾ എല്ലാവരും ചുവന്ന അരളി പോയി വാങ്ങും. അതിനെ നമ്മൾ ഒഴിവാക്കണം. നാട്ടിൽ ചുവന്ന പുഷ്പത്തിലുള്ള തെറ്റി മുതലായവയൊക്കെ ആവശ്യത്തിലധികം പുഷ്പങ്ങൾ ലഭ്യമാണ്. ആ പുഷ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ രണ്ട് കൈയിലും വെച്ചിട്ട് ഈ രീതിയിൽ വെച്ചിട്ട് അമ്മയെ ധ്യാനിക്കണം. ധ്യാനിക്കാൻ ഈ ശ്ലോകമാണ് പറയേണ്ടത്. കണ്ണടച്ച് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അമ്മയെ നോക്കി പറയാമെങ്കിൽ അങ്ങനെ. വന്ദേ വാഞ്ചിത് ലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. വന്ദേ വാഞ്ചിത് ലാഭായ ചന്ദ്രാർത്ഥകൃത വൃഷാരൂഢാം മൂലാധരാം ശൈലപുത്രീം യശസ്വിനീം. വന്ദേ വാഞ്ചിത് ലാഭായ ചന്ദ്രാർത്ഥകൃത വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഞാൻ ആ ഒരേ ശ്ലോകം ഇവിടെ 3 പ്രാവശ്യം പറഞ്ഞു. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയുന്നത് കൊണ്ടോ ഒരു പ്രാവശ്യം പറയുന്നത് കൊണ്ടോ എത്ര പ്രാവശ്യം വേണമെന്ന് നമുക്ക് പറയാം. നമ്മുടെ ആ മനസ്സിൽ ആ അമ്മയുടെ രൂപത്തിൽ കണ്ട് എത്ര പ്രാവശ്യം പറയുന്നതിനും, കണ്ണടച്ച് പറയുമ്പോഴും നമ്മൾ എന്തിനെ ചെയ്യണം? അമ്മയുടെ ആ രൂപം തന്നെ ഈ രൂപം നമ്മുടെ മനസ്സിൽ ഇരിക്കണം. ആ രൂപം
മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കണ്ണടയ്ക്കാവൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്മയെ ഇതാ മുൻവശത്തിരിക്കുന്നു, അമ്മയെ നോക്കി പറഞ്ഞതുപോലെ നോക്കി പറയണം. ഈ മന്ത്രം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ മനോകാമിനയുടെ ആ ഒരു ചെറിയ ഗുട്ടിക വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവതിയുടെ പ്രതിമ അല്ലെങ്കിൽ പടം, ചിത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ കയ്യിലിരിക്കുന്ന പുഷ്പം ഭക്തിയോടുകൂടി അർപ്പിക്കണം, അമ്മയുടെ മുന്നിലേക്ക് അർപ്പിക്കണം. ആ പാദത്തിൻ്റെ അവിടെ, മുഖത്തേക്കൊന്നും ഇടണ്ട, ആ പാദത്തിൻ്റെ അവിടെ വരത്തക്ക രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ആ പാദത്തിലൂടെ തഴുകി താഴെ ഇരിക്കുന്ന ആ നമ്മുടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചെറിയ വസ്തു നമ്മളവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് വീണുകൊള്ളും. അപ്പോൾ ഒരേ സമയത്ത് രണ്ടിലേക്കും വീണുകൊള്ളും. എന്നിട്ട് ഈ അവിടെ ഇരിക്കുന്ന ആ ഗുട്ടികയെ പഞ്ചോപചാര പൂജ ചെയ്യണം. പഞ്ചോപചാര പൂജ വാക്ക് കേട്ടപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കറിയാമോ എന്നൊരു തോന്നലുണ്ടായി. അറിയാം. ഒന്ന്, ഗന്ധം, അതിലേക്ക് മണം നൽകണം. ആ ചിത്രത്തിനും ഇതിനും മണം, സെൻറ്റ് അതുപോലുള്ള വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അത് നൽകണം. രണ്ട്, ധൂപം നൽകണം, പുക. അത് ഈ അഗർബത്തിയാകാം, പിന്നെ സാമ്പ്രാണി കട്ട കൊണ്ടുള്ളതാകാം. നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം ഏതാണോ അതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് പുഷ്പം കൊടുക്കണം, നൈവേദ്യം കൊടുക്കണം. നിവേദ്യം ഈ 5 വസ്തുക്കൾ അമ്മയ്ക്ക് സമർപ്പിക്കണം. അപ്പോൾ പഞ്ചോപചാര പ്രകാരമുള്ള 5 വസ്തുക്കളായി. ഞാൻ കഴിഞ്ഞ ദിവസം നവരാത്രി പൂജയെക്കുറിച്ച് ആരംഭിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിതാണ്, ഒരു അഖണ്ഡ ദീപത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഇവിടെ ഒരു അഖണ്ഡ ദീപം പ്രജ്വലിച്ചുകൊണ്ടിരിക്കണം. അത് ഞാൻ ആ വാക്കാ ഉപയോഗിക്കുന്ന, പ്രജ്വലിക്കുക. നല്ല പറ്റുമെങ്കിൽ 5 തിരി, നമ്മൾ ഇങ്ങനെയൊക്കെ പൂജാ സമയത്ത് 5 തിരി വെക്കുന്നതായിരിക്കാം നല്ലത്. എല്ലാ സമയത്തും 5 തിരി വെച്ച് കഴിഞ്ഞാൽ അതിനെ അഖണ്ഡ ദീപമായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് പടിഞ്ഞാറും കിഴക്കുമായിട്ട് 2 തിരിയായാലും മതി. ആ നിലവിളക്ക് എപ്പോഴും ജ്വലിക്കണം. നെയ്ദീപമായാൽ അത് ശ്രേഷ്ഠമായിരിക്കും. മനോകാമന നിവേദിച്ച് പ്രസാദം സമർപ്പിക്കണം. നമ്മൾക്ക് ഒരു മനോകാമനയുണ്ടല്ലോ, മനസ്സിൽ ആഗ്രഹമുണ്ടല്ലോ, അത് അമ്മയോട് പറയണം. ഉറക്കെയോ മനസ്സിലോ ചുണ്ടുകൊണ്ട് അനക്കിയോ പറയണം. എന്നിട്ട് തൊഴുകയോടെ 108 പ്രാവശ്യം ഒരു ചെറിയ മന്ത്രം, ഓം ശം ശൈലപുത്രയേ ഭട്ട്, ഓം ശം ശൈലപുത്രയേ ഭട്ട്, ഓം ശം ശൈലപുത്രയേ ഭട്ട്, ഓം ശം ശൈലപുത്രയേ ഭട്ട്, ഓം ശം ശൈലപുത്രയേ ഭട്ട് എന്ന മന്ത്രം ജപിക്കണം. ഞാനിവിടെ 5 പ്രാവശ്യം പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ പൂർണ്ണത കിട്ടാൻ വേണ്ടി ഋഷീവര്യന്മാർ 108 പ്രാവശ്യമാണ് ഈ മന്ത്രം പറയുന്നത്. ആ 108 പ്രാവശ്യം പറയുക. ഈ മന്ത്രം തൊഴുകയോടെ പറയുകയും, ഈ പൂജയ്ക്ക് തൊട്ട് മുന്നേ നമ്മുടെ അടുത്ത് കുറച്ച് ചൗവരി എടുത്ത് വെച്ചിരിക്കണം. കുറച്ച്, ഒരു 1/2 കിലോയുടെ വീതം. ഇങ്ങനെ ഓരോ മന്ത്രം പറഞ്ഞ് തീരുമ്പോഴും ഇതിന് ഒരു ചൗവരി എടുത്ത് നമ്മുടെ ഗുട്ടികയിലേക്ക് ഒന്ന് സമർപ്പിക്കുന്നു, ഒരെണ്ണം. അങ്ങനെ 108 ചൗവരിയാണ് നമ്മുടെ അടുത്തേക്ക് വേണ്ടത്. അത് എണ്ണി വയ്ക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ എണ്ണി വെച്ചാൽ കൃത്യമായിട്ട് ഓരോന്ന് വീതമേ എടുക്കാവൂ.
അപ്പോൾ ചൗവരി തീരുമ്പോഴത്തേക്കും നമ്മുടെ ഇടയ്ക്ക് വെച്ച് നമുക്ക് എണ്ണേണ്ടതായിട്ട് വരില്ല. അതല്ല, നിങ്ങൾക്ക് എണ്ണാൻ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ ഈ 108 പ്രാവശ്യമേ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ ഒരു പ്രായോഗികമായൊരു കഴിവുണ്ടെങ്കിൽ ഒരു 1/2 കിലോ 250 അവിടെ അടുത്ത് വെച്ചേക്കുക. മന്ത്രസംഖ്യ പൂർണ്ണമായ ശേഷം അമ്മയോട് വീണ്ടും അനുനയ വിനയത്തിൽ മനസ്സിലെ കാര്യം ഇങ്ങനെ പറയണം. പറഞ്ഞതിന് ശേഷം അവസാനം ആരതി എന്ന് പറയുമ്പം ദീപാരാധന, അവസാനം ദീപാരാധന നടത്തണം. ദീപാരാധന നടത്തി അതും തൊഴുത് വീട്ടുകാരും തൊഴുതതിന് ശേഷം അവിടെ ഇരുന്നിട്ട് ദുർഗാ സപ്തശതി ദേവിയെക്കുറിച്ചുള്ള ഏതാണ്ട് 700 മന്ത്രങ്ങൾ, 7 ശതി എന്ന് വെച്ചാൽ 100, ദുർഗാദേവിയെക്കുറിച്ചുള്ള ആ മന്ത്രങ്ങൾ അവിടെ ഇരുന്ന് ഉരുവിടണം. ദുർഗാ ശബ്ദസതി എല്ലാ ബുക്ക് സ്റ്റാളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ദേവീ ഭാഗവതത്തിൽ ബന്ധപ്പെട്ട ഭാഗം എടുത്തു വെച്ച് വായിക്കുകയോ ദേവീ ഭാഗവതത്തിൻ്റെ ഏതെങ്കിലും ഒരു അധ്യായം വായിക്കുകയോ, എന്ത് വേണോ ആകാം. ദേവീ ഭാഗവതം വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. ഇതാണ് ദേവി ശൈലപുത്രിയുടെ പൂജ ചെയ്യുന്ന രീതി. നവശക്തികളിലെ പ്രഥമ ശക്തിയുടെ കഥ, അവരെ പൂജ ചെയ്യുന്ന രീതി ഇവിടെ സമാപിക്കുന്നു. എന്നാൽ ചില പുസ്തകങ്ങളിൽ ഒന്നാമത്തെ ദിവസം പൂജിക്കുന്നത് മഹാകാളിയെയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ശൈലപുത്രിക്ക് പകരം മഹാകാളി. നമ്മളിങ്ങനെ നോക്കുമ്പം ശൈലപുത്രി മഹാകാളി ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അങ്ങനെയും മഹാകാളിയെ ആരാധിക്കുന്ന രീതിയും ഉണ്ട്. അതിനൊരു കുഞ്ഞു കഥയും കൂടെയുണ്ട്. ആ കഥ നേരത്തെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. മധു കൈടഭന്മാരുടെ കഥ. കൈടഭൻ എന്നും മധു എന്നും 2 അസുരന്മാരുണ്ടായിരുന്നു. ഈ അസുരന്മാർ മഹാവിഷ്ണുദേവൻ്റെ കർണമെഴുകിൽ നിന്നാണ് ജനിച്ചത്. ആ മഹാവിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നും പോകുന്ന താമരയിലെ ബ്രഹ്മാവ്, ചതുർമുഖനായ ബ്രഹ്മാവ് ഇരിക്കുകയാണ്. ബ്രഹ്മാവിനെ കണ്ടതുടനെ അങ്ങോട്ട് ബ്രഹ്മാവിനെ ആക്രമിക്കാൻ വേണ്ടി ഓടി. ഇത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് തനിക്ക് ഇപ്പോൾ തന്നെ രക്ഷിക്കാൻ മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ. മഹാവിഷ്ണു ആണെങ്കിൽ അനന്തൻ്റെ പുറത്ത് ശയനത്തിലാണ്. അതുകൊണ്ട് മായാദേവിയെ സ്തുതിച്ചു. മായാദേവി നമ്മുടെ വിഷ്ണുവിൽ നിന്നും പിൻവാങ്ങി അദ്ദേഹത്തെ ഉണർവിലേക്ക് ആക്കിയപ്പോഴത്തേക്കും മധു കൈടഭന്മാർ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്തു. 1000 വർഷത്തോളം യുദ്ധം നീണ്ടു. അവസാനം ഈ ദേവി, അതായത് നമ്മുടെ ഈ മായാദേവി ഇവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചു. അങ്ങനെ മധു കൈടഭന്മാർ മഹാവിഷ്ണുവിനോട് ചോദിച്ചു, അങ്ങ് ഞങ്ങളോട് 1000 വർഷം യുദ്ധം ചെയ്തല്ലേ, അങ്ങേക്ക് എന്ത് വരം വേണം? എന്ത് വരം ചോദിച്ചാലും തന്നുകൊള്ളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തോൽവിയാകുന്ന വരം എനിക്ക് തരിക. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. തുടർന്നുള്ള യുദ്ധത്തിൽ 2 പേരെയും തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ മായയെ അഥവാ മഹാമായയാണ് മഹാകാളി എന്ന പേരിൽ ആരാധിക്കുന്നത്. എന്തായാലും രണ്ടും ദേവി ആരാധന തന്നെയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.